ബംഗ്ലാദേശിൽ കലാപത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് വേണ്ടി അമേരിക്കയിൽ നിന്ന് ഫണ്ട് ഒഴുകിയെത്തിയെന്ന് കേൾക്കുന്നുണ്ട്. വാസ്തവമുണ്ട് സാറേ? അത് അമേരിക്ക ബംഗ്ലാദേശിൽ കളിച്ചിട്ടുള്ളത് USAID എന്ന് പറഞ്ഞ പദ്ധതി വഴിയാണ്. USAID എന്ന് പറഞ്ഞാൽ US ഏജൻസി ഫോർ ഇൻ്റർനാഷണൽ ഡെവലപ്മെൻറ്റ്. അതാണ് രാജ്യാന്തര വികസനത്തിന് വേണ്ടിയിട്ടുള്ള അമേരിക്കൻ സഹായം. USAID പല കാലത്തും പല രാജ്യങ്ങളിലൊക്കെ ഇടപെടാറുണ്ട്. അമേരിക്ക കേരളത്തിൽ വിമോചന സമരകാലത്ത് 1959 EMS സർക്കാരിനെ വീഴ്ത്താനും ഒക്കെ ഇടപെട്ടത് ഡാനിയൽ പാട്രിക് മൊയ്നിഹാൻ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ വളരെ വിശദമായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളതുമാണ്. അപ്പോൾ US ഏജൻസി ഫോർ ഇൻ്റർനാഷണൽ ഡെവലപ്മെൻറ്റ് ആണ് ബംഗ്ലാദേശിൽ ചില സംഘടനകൾക്കൊക്കെ പണം കൊടുത്ത് സഹായിച്ചു കൊണ്ടിരുന്നത് ഈ ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ USAIDന് 63.1 ബില്യൺ ആണ് അമേരിക്ക മൊത്തത്തിൽ ഈ ഫണ്ടായിട്ട് കൊടുക്കുന്നത്. 2024 ബജറ്റിൽ വെച്ചിട്ടുള്ള പൈസയാണ് ഞാനീ പറയുന്നത്. അത് ഡിപ്ലോമാറ്റിക് എൻഗേജ്മെൻ്റ് എന്ന് പറയും, നയതന്ത്രപരമായ ഇടപെടലുകൾ. അതാണല്ലോ ഈ കാണുന്നത്, നയതന്ത്രപരമായ ഇടപെടലുകൾ. പിന്നെ പലതരം സഹായങ്ങൾ പല രാജ്യങ്ങൾക്ക് അമേരിക്കയുടെ ആജ്ഞാനുവർത്തികളായിട്ട് നിലകൊള്ളാൻ വേണ്ടിയിട്ടാണ്. നേരത്തെ പറഞ്ഞ 63.1 ബില്യൺ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ കറൻസിയിലേക്ക് കൺവെർട്ട് ചെയ്യുമ്പോൾ 5,29,263 കോടി രൂപ, 5.25 ലക്ഷം കോടി രൂപ ആണ് USAID പല രാജ്യങ്ങളിൽ ചെലവാക്കുന്നത്. അപ്പോൾ ഇത് ആ USAIDൻ്റെ 2024 ഈ വർഷത്തെ രേഖയിൽ പറഞ്ഞിരിക്കുന്നത്, എന്തിനു വേണ്ടി ഈ പണം മുടക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്, ഔട്ട് കമ്പീറ്റ് ചൈന ഇൻ ഇൻഡോ പസഫിക്. ഈ ഇൻഡോ പസഫിക് മേഖലയിൽ ചൈനയെ മത്സരിച്ച് തോൽപ്പിക്കുക. ഇതാണ് അതിൻ്റെ ആവശ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അഡ്വാൻസ് US പ്രോസ്പെരിറ്റി ത്രൂ ന്യൂ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ടു റെസ്പോണ്ട് ടു എക്സ്ട്രാ ഓർഡിനറി ഈവൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അസാധാരണ സാഹചര്യങ്ങളിൽ അമേരിക്കയുടെ ഐശ്വര്യം, അഭിവൃദ്ധി വർദ്ധിപ്പിക്കുക. എങ്ങനെ? പുതിയ നിക്ഷേപങ്ങൾ വഴി. അതാണ് പറഞ്ഞിരിക്കുന്നത്. പുതിയ നിക്ഷേപം എന്ന് പറഞ്ഞാൽ വ്യാവസായിക നിക്ഷേപം എന്നൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. USAID വ്യവസായ നിക്ഷേപം കൊടുക്കാനുള്ളതല്ല. ഈ NGOs ഒക്കെ ഇല്ലേ, പല വേഷത്തിലാണല്ലോ NGO വരിക, അവർക്ക് പണം കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ ഉപഭൂഖണ്ഡ മേഖലയിൽ ചൈനയെ ശരിപ്പെടുത്തുക, അതാണ് അവരുടെ ലക്ഷ്യം. അതാണ് ലക്ഷ്യം. അപ്പോൾ അതുകൊണ്ട് ചൈനയുടെ അയൽപക്കത്തുള്ളവർക്കൊക്കെ, അവരുടെ കൂടെ നിൽക്കുന്നവർക്കൊക്കെ പണം കൊടുത്ത് സഹായിക്കുക. ഈ പരിപാടിയാണ് അമേരിക്ക നിക്കരാഗ്വ, വെനസ്വേല, ബംഗ്ലാദേശ്. ബംഗ്ലാദേശിന് മുമ്പ് നിക്കരാഗ്വയിലും വെനസ്വേലയിലും ഇതേ തന്ത്രം ഇതാണ് അവരുപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ ബംഗ്ലാദേശിൽ ബ്രാക്ക് എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്, BRAC. ഈ ബ്രാക്ക് എന്ന് പറഞ്ഞ സംഘടന ബിൽഡിംഗ് റിസോഴ്സസ് അക്രോസ് കൺട്രീസ് എന്നാണ് അതിൻ്റെ പേര്. അതിൻ്റെ ഫുൾ ഫോം, പൂർണ്ണരൂപം. ഈ ബ്രാക്ക് സ്ഥാപിച്ചിരിക്കുന്നത് സർ ഫസ്ലെ ഹസൻ അബേദ് എന്ന് പറഞ്ഞ ആളാണ്. സർ എന്ന് പറഞ്ഞാൽ ബ്രിട്ടനിൽ നിന്ന് നൈറ്റ്ഹുഡ് കിട്ടിയതാണല്ലോ സർ പദവി. സർ എന്ന് പറഞ്ഞ സംഗതിയൊക്കെ കൊള്ളാവുന്ന ആളുകളൊക്കെ പണ്ടൊക്കെ പല ഘട്ടങ്ങളിലും വേണ്ടെന്ന് വെച്ചിട്ടൊക്കെ ഉണ്ട്. അതിലൊരാളാണ് രവീന്ദ്രനാഥ് ടാഗോർ. പിന്നെ നമ്മുടെ ഇന്ത്യക്കെതിരെ ബ്രിട്ടൻ നീങ്ങുന്നു എന്ന് തോന്നിയപ്പോൾ എനിക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ സർ ഫസ്ലെ ഹസൻ അബേദ് എന്ന് പറഞ്ഞ ആളാണ് ഈ ബ്രാക്ക് എന്ന് പറഞ്ഞ സംഘടന ബംഗ്ലാദേശിൽ തുടങ്ങിയത്. അതിന് USAID സഹായം കൊടുക്കുന്നുണ്ട്, അമേരിക്ക സഹായം കൊടുക്കുന്നുണ്ട്. ആ സംഘടനയ്ക്ക് ഗേറ്റ് ഫൗണ്ടേഷൻ, ബിൽ ഗേറ്റ് ഫൗണ്ടേഷനിൽ അവരും പൈസ കൊടുക്കുന്നുണ്ട്. ഈ ബ്രാക്ക് എന്ന് പറഞ്ഞ ഈ സംഘടനയ്ക്കുണ്ടല്ലോ, ഈ അബേദ് ഹസൻ്റെ, അവർക്കൊരു സർവകലാശാലയുണ്ട്, ബ്രാക്ക് യൂണിവേഴ്സിറ്റി.
ആ സർവകലാശാലയിലാണ് ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ വിദ്യാർത്ഥി പ്രക്ഷോഭം തുടങ്ങിയത്. അന്ന് ആദ്യം പ്രക്ഷോഭം തുടങ്ങി വെച്ചത് അല്ലേ? അതാണ് ഇപ്പോൾ അതായത് USAID ഫണ്ട് കൊടുക്കുന്ന ഒരാളുടെ NGO ബ്രാക്ക്. ആ ബ്രാക്കിനൊരു സർവകലാശാലയുണ്ട്. ആ സർവകലാശാലയിലാണ് ഷെയ്ഖ് ഹസീനയ്ക്കെതിരായ പ്രക്ഷോഭം തുടങ്ങിയിരിക്കുന്നത്. ഇതാണ് വാസ്തവം. 1.5 മില്യൺ ഡോളർ ആണ് ഗേറ്റ്സ് ഫൗണ്ടേഷനിൽ നിന്ന് ഈ ബ്രാക്കിന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ബംഗ്ലാദേശ് അമേരിക്ക മൈത്രി പദ്ധതി എന്ന് പറഞ്ഞ് ഒരു സംഗതി ബ്രാക്ക് ചെയ്യുന്നുണ്ട് USAIDൻ്റെ സഹായത്തോടു കൂടി. അതിൽ ബംഗ്ലാദേശിലെ മറ്റ് NGOകളെ കൂടി ബന്ധിപ്പിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു നെറ്റ്വർക്കിംഗ് ഉണ്ടാക്കുക, ശൃംഖല ഉണ്ടാക്കിയിട്ടുള്ള ഈ അട്ടിമറി ശ്രമങ്ങളാണ് അവിടെ അമേരിക്ക നടത്തിയിരിക്കുന്നത്. USAID എന്ന് പറഞ്ഞാൽ എന്താണ്? USAID എന്ന് പറഞ്ഞ സംഘടന CIA ഒരു പോഷക സംഘടനയാണ്. അത് ശരി, അതാർക്കും അറിയില്ല. അത് പല പുസ്തകങ്ങളിലുമൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്. ഇത്തരം ധാരാളം സംഘടനകൾ. USAID എന്ന് പറയുന്നത് ഒരു ഫ്രണ്ട് ഓർഗനൈസേഷനാണ്, CIA പോഷക സംഘടന. ക്യൂബയിൽ USAID ഇതുപോലെ രഹസ്യ ട്വിറ്റർ നെറ്റ്വർക്ക്, പഴയ ട്വിറ്ററിലൊരു ശൃംഖല ഉണ്ടാക്കിയിരുന്നു, ഇപ്പോഴത്തെ എക്സ്. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മിസ്ഇൻഫർമേഷൻ ഒക്കെ, തെറ്റായ കാര്യങ്ങളൊക്കെ, വ്യാജസംഗതിയൊക്കെ പ്രചരിപ്പിക്കുക. ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ ഇപ്പോൾ ഷെയ്ഖ് ഹസീന ഏകാധിപതിയാണ്, ഇന്ന കാരണങ്ങളാണ്. ഇന്ത്യയിൽ ഇപ്പോൾ മോദിക്കെതിരെ മോദി ഫാഷിസ്റ്റാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് പോലെ ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ ഇത് ഇവര് ക്യൂബയിൽ USAID ധാരാളമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ജനുവരിയിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ഈ 4ാമതും പ്രധാനമന്ത്രിയായല്ലോ ഷെയ്ഖ് ഹസീന. അതിനു മുമ്പ് അമേരിക്ക വിചാരിച്ചിരുന്നത് ഷെയ്ഖ് ഹസീന തോൽക്കും എന്നാണ്. അപ്പോൾ തോൽപ്പിക്കാനായിട്ട് അവർ അതിനു മുമ്പും അവിടെ പ്രക്ഷോഭങ്ങൾ നടക്കുന്നുണ്ട്. ഈ സംഭരണത്തിന്റെ കാര്യത്തിൽ പ്രക്ഷോഭം ആ കാലത്തും നടക്കുന്നുണ്ട്. 30% സംഭരണം 1970 യുദ്ധഭടന്മാരുടെ കുടുംബങ്ങൾക്ക് എന്ന് പറഞ്ഞത്. അത് പിന്നെ സുപ്രീം കോടതി 5% ചുരുക്കമൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അന്ന് ജനുവരിയിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് അമേരിക്ക അവിടുത്തെ പ്രതിപക്ഷ കക്ഷിയായ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി BNP, അതുപോലെ തന്നെ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ ഛാത്ര, അതായത് വിദ്യാർത്ഥി സംഘടന, ഛാത്ര ശിബിർ എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന. ഇതിൽ ഈ വിദ്യാർത്ഥി പ്രക്ഷോഭം എന്ന് പറഞ്ഞ് ബംഗ്ലാദേശിൽ നടന്നതിൻ്റെ അകത്തൊക്കെ വിദ്യാർത്ഥികളൊന്നും അല്ല ഉണ്ടായിരുന്നത്, ജമാഅത്തെ ഇസ്ലാമിയുടെ അണികളാണ്. അപ്പോൾ വിദ്യാർത്ഥികളുടെ പേരിൽ പിന്നിൽ മുഴുവൻ ജമാഅത്തെ ഇസ്ലാമിയും വേറെ സംഘടനകൾ, ISI പാകിസ്ഥാന്റെ, പിന്നെ അമേരിക്കയുമായി ബന്ധപ്പെട്ട ആളുകൾ. അപ്പോൾ ജനുവരിയിലെ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ പ്രതിപക്ഷ പാർട്ടി BNP ബോയ്ക്കോട്ട് ചെയ്തിരുന്നു തെരഞ്ഞെടുപ്പ്. ജമാഅത്തെ ഇസ്ലാമി അവരുടെ വിദ്യാർത്ഥി വിഭാഗം ഇവർക്കൊക്കെ അമേരിക്ക പിന്തുണ നൽകിയിരുന്നു. ജൂണിൽ ഹസീന ഒരു സർവകക്ഷി യോഗത്തിൽ പറഞ്ഞിരുന്നു അവിടെ ഒരു ക്രിസ്ത്യൻ രാജ്യം അമേരിക്കയുടെ നേതൃത്വത്തിൽ വരാൻ പോകുന്നു. നമ്മളാണത് ആകെ ചർച്ച ചെയ്തിട്ടുള്ളത്. കേരളത്തില് ജനുവരിയിൽ ഒരു വെള്ളക്കാരൻ വന്നിരുന്നു എന്നോട് ബംഗാൾ ഉൾക്കടലിൽ ഒരു വ്യോമതാവളം തരണം എന്ന് പറഞ്ഞ് വന്നിരുന്നു. ഞാൻ നിരസിച്ചിരുന്നു എന്ന് അവര് പറഞ്ഞു. അതിന്റെ പിക്ചറാണ് ക്ലിയർ ആയി വരുന്നത്. അത് ഈസ്റ്റ് ടിമോർ, കിഴക്കൻ ടിമോർ പോലെ ഒരു ക്രിസ്ത്യൻ രാജ്യം ഉണ്ടാക്കാനായിട്ടാണ് വന്നിരുന്നത്. അത് കുക്കികളും മണിപ്പൂരിന്റെ കുറെ ഭാഗം, ബംഗ്ലാദേശിൽ ചിറ്റഗോങ്ങിന്റെ കുറെ ഭാഗങ്ങള്, മ്യാൻമാറിന്റെ ഭാഗങ്ങള്, ഇതെല്ലാം ചേർന്ന് ഒരു കുക്കീസോ എന്ന് പറഞ്ഞ ഗോത്രവർഗങ്ങൾ ഉള്ള പ്രദേശങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് സോഖം എന്നാണ് ആ രാജ്യത്തിന്റെ പേരായിട്ട് ഉദ്ദേശിച്ചിരുന്നത്. അപ്പൊ അതവര് വെളിപ്പെടുത്തിയിരുന്നു. അവര് അമേരിക്ക എന്ന് പറഞ്ഞില്ല, വെള്ളക്കാരെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പൊ അത് വളരെ വ്യക്തമാണ്, അമേരിക്കയാണ് എന്ന് പറഞ്ഞ് നമ്മൾ ചർച്ചകളിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു അജണ്ട അമേരിക്കയ്ക്ക് ഉണ്ടായിരുന്നു. അമേരിക്കയിലെ ബാപ്റ്റിസ്റ്റ് ചർച്ച് ആണ് അതിൻ്റെ പിന്നിലുണ്ടായിരുന്നത് എന്നൊക്കെ ഉള്ളത് വളരെ വ്യക്തമായിരുന്നു. അപ്പോൾ കഴിഞ്ഞ കൊല്ലം
BNP ജമാഅത്തെ ഇസ്ലാമി അവർ സംയുക്തമായിട്ട് പ്രക്ഷോഭം നടത്തിയപ്പോൾ അവർക്ക് അമേരിക്കയുടെ നിർബാധമായ പിന്തുണ ഉണ്ടായിരുന്നു. ഇന്ത്യ വിരുദ്ധമായ മുദ്രാവാക്യങ്ങൾ ധാരാളമായി അതിലുണ്ടാവുകയും ചെയ്തിരുന്നു. അപ്പോൾ ആ പ്രക്ഷോഭം നടക്കുമ്പോൾ ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗ് സർക്കാർ രാജിവെച്ചിട്ട് ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിൽ ഒരു കാവൽ മന്ത്രിസഭ ഉണ്ടാവുകയും ആ കാവൽ മന്ത്രിസഭ തെരഞ്ഞെടുപ്പ് നടത്തുകയും ചെയ്യും എന്നാണ് അമേരിക്ക പ്രതീക്ഷിച്ചിരുന്നത്. അങ്ങനെയല്ല, ഷെയ്ഖ് ഹസീന തിരിച്ചു വരികയാണ് ചെയ്തത്. അപ്പോൾ ഷെയ്ഖ് ഹസീനെ എങ്ങനെയെങ്കിലും പുറത്താക്കണമെന്ന് തീരുമാനിച്ചിരുന്നതാണ്. അപ്പോൾ ഈ കാവൽ മന്ത്രിസഭ വന്നിട്ട് ജയിലിൽ കുറേ BNP ജമാഅത്തെ ഇസ്ലാമി നേതാക്കളെ അടച്ചിട്ടുണ്ട് തടവില്. ഇവരെയൊക്കെ പുറത്തുവിടും എന്നും കരുതിയിരുന്നു. അപ്പൊ പ്രക്ഷോഭത്തിന് കോപ്പ് കൂട്ടാൻ അങ്ങനെയാണ് ധരിച്ചിരുന്നത്. പക്ഷെ ഇന്ത്യയും ചൈനയും ഹസീനയെ തുണയ്ക്കുകയാണ് ചെയ്തത് ആ തെരഞ്ഞെടുപ്പ് കാലത്ത്. ഇന്ത്യ തുണയ്ക്കുന്ന ഒരു രാജ്യത്തിനെ ചൈന തുണയ്ക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷെ യുക്രൈന്റെ കാര്യത്തിൽ റഷ്യയെ ചൈനയും ഇന്ത്യയും ഒരുപോലെ തുണയ്ക്കുന്നുണ്ട്. അതൊക്കെ ഇഷ്യൂ ബേസ്ഡ് എന്ന് പറയുമല്ലോ, ഒരു വിഷയാധിഷ്ഠിതമാണ്. അപ്പോൾ ഷെയ്ഖ് ഹസീനയുടെ തെരഞ്ഞെടുപ്പ് കാലത്ത് സപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പൊ അടുത്ത കാലത്ത് ഇന്ത്യയിൽ 2 തവണ വന്നു. 2023 മോദിയെ 10 തവണ കണ്ടിട്ടുണ്ട് ഷെയ്ഖ് ഹസീന. അപ്പൊ ഇവിടെ അത് കഴിഞ്ഞ് വന്നു, നമ്മൾ സഹായം കൊടുത്തു. അത് കഴിഞ്ഞ് ഇവർ ചൈനയിലും പോയിരുന്നു. പിന്നെ വിസ നിയന്ത്രണം ബംഗ്ലാദേശികൾക്ക് അമേരിക്ക പ്രഖ്യാപിച്ചു. അത് കഴിഞ്ഞ് ബംഗ്ലാദേശ് റാപ്പിഡ് ആക്ഷൻ ബറ്റാലിയൻ, ആ ബറ്റാലിയനെ അമേരിക്ക ഉപരോധിച്ചു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ കില്ലിങ്സ് ഈ ബംഗ്ലാദേശ് റാപ്പിഡ് ആക്ഷൻ ബറ്റാലിയൻ നടത്തിയിട്ടുണ്ടെന്ന്, ഭരണഘടനാ വിരുദ്ധമായ കൊലപാതകങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്, ഉന്മൂലനങ്ങളിൽ. ഈ ബംഗ്ലാദേശ് റാപ്പിഡ് ആക്ഷൻ ബറ്റാലിയൻ എന്ന് പറഞ്ഞ് ആ ബറ്റാലിയന് അമേരിക്ക ഉപരോധവും ഏർപ്പെടുത്തിയിരുന്നു. അപ്പൊ അമേരിക്കയുമായിട്ട് അകന്നിരിക്കുകയാണ് ഷെയ്ഖ് ഹസീന ഇപ്പോൾ പുറത്താവുന്ന ഘട്ടത്തിൽ. അത് അവർക്ക് നല്ല നിശ്ചയം ഉണ്ടായിരുന്നു, അമേരിക്കയാണ് ഇതിൻ്റെ പുറകിൽ നിന്നുള്ളത്. എന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഹസീനയെ ഒരു ഏകാധിപതിയായിട്ട് അമേരിക്ക നിരന്തരം ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചിത്രീകരിച്ചുകൊണ്ടിരുന്നു. അവർക്ക് അതിനുള്ള സംവിധാനം ഉണ്ടല്ലോ. അതിൻ്റെ അവസാനമാണ് നമ്മൾ ഈ അട്ടിമറി കാണുന്നത്. എന്ന് പറയാൻ കൃത്യമായ പ്ലാനിങ്ങോടെ അമേരിക്ക മുന്നോട്ട് നീങ്ങി അതിനൊടുവിൽ ഈ ഹസീന രാജ്യം വിട്ടോടേണ്ടി വന്നു. അങ്ങനെയാണ് കൃത്യമായ പ്ലാനിങ് ഉണ്ട്. പക്ഷേ ഇന്ത്യയിൽ മോദി വരുന്നു അമേരിക്ക വിചാരിച്ചില്ല, അതുപോലെ ഹസീന അവിടെ വരുമെന്നും വിചാരിച്ചില്ല. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇന്ത്യക്കൊരു അടി കൊടുത്തിരിക്കുന്നു എന്നുള്ള വിചാരത്തിലാണ് അവരൊക്കെ. കാരണം അയൽ രാജ്യങ്ങളിൽ പലതും ഇന്ത്യയുമായിട്ട് അത്ര അനുകൂലത്തിലല്ലല്ലോ. അതുകൊണ്ട് പക്ഷേ ഇന്ത്യ അത് ഉടനെ ഇടപെടാതെ കാത്തിരുന്ന് കാണുക എന്നുള്ള നിലപാടിലാണ് ഇപ്പോൾ ഉള്ളത്.